ഗൈസ്, അപ്പം നമുക്കിന്ന് ചിക്കനിലൊരു വെറൈറ്റി പിടിച്ചാലോ? എന്നാൽ പിടിച്ചാൽ ഇതൊരു വെറൈറ്റി അടിപൊളി കിട്ടിലും ടേസ്റ്റിലുള്ള ചിക്കൻ തോരൻ. അതിനുവേണ്ടി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചു, ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ കടുക് ഇടുന്നു. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 2-3 വറ്റൽമുളക് മുറിച്ചിടുന്നതും പിന്നെ ഒരല്പം കറിവേപ്പിലയും കുറച്ചധികം തേങ്ങാക്കൊത്തും കൊത്തി അരിഞ്ഞിട്ടതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 10-15 കൊച്ചുള്ളിയും ഒരു 3 പച്ചമുളകും കൂടെ നെടുകെ കീറിയതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് ജസ്റ്റ് വഴണ്ടി വരുമ്പോൾ നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. അതിനുശേഷം വലുതാണെങ്കിൽ അരക്കഷ്ണം സവാളയും ചെറുതാണെങ്കിൽ ഒരു മുഴുവൻ സവാളയും ഒന്ന് കൊത്തി അരിഞ്ഞിട്ടതും കൂടി ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു ചിക്കൻ കറിയിലേക്ക് എന്തൊക്കെ മസാല ഇടാവോ അതൊക്കെ ഇടാവുന്നു. ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും മസാലകൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി ഇതിലേക്ക് നമ്മളിനി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ എല്ലോട് കൂടിയതോ എല്ലില്ലാത്തതോ ആയ ചിക്കൻ നിങ്ങൾക്ക് എടുക്കാം. അതുകൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി പിടിപ്പിച്ചെടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിതിലേക്ക് ഒരല്പം പോലും വെള്ളം ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ ഈ ചിക്കൻ വെന്ത് കിട്ടും. ഇതൊന്ന് നല്ല രീതിയിൽ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക, കാരണം അടുക്കി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി വരുമ്പോൾ ഈ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഏകദേശം എന്നല്ല, മുക്കാലോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർക്കുക. അതിനുശേഷം കുറച്ചധികം കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഗ്യാസ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല രീതിയിൽ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് ഇളക്കി എടുത്ത് വേവിക്കുക. അപ്പം നല്ല ഡ്രൈ ഫ്രൈ ആയി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. നല്ല അടിപൊളി കിട്ടില്ല ചിക്കൻ തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.